പെണ്ണുങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നത് ഇവിടം വരെ മുണ്ടുകൊടുക്കുക, അങ്ങോട്ട് വേറെ ഡ്രസ്സ് പാടില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതായത് മറയ്ക്കാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് അല്ലേ? അതാണ് പറഞ്ഞു. ഇവിടെ നഗ്നപൂജയെ പോലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അത് സത്യമാണോ? സത്യമാണ്. ഒരു സാധാരണ ചുമട്ട് തൊഴിലാളി മാത്രമായിരുന്ന മണിയൻ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമികളായി മാറിയത്? മരണത്തിലേക്ക് അല്ലെങ്കിൽ സമാധിയിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് അല്പനേരം മുൻപേ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളിക കൃത്യമായി കഴിച്ചത്? എഴുന്നേറ്റ് നടക്കുവാൻ ശേഷിയില്ലാത്ത ഒരു മനുഷ്യൻ, എന്തിനേറെ പറയണം കണ്ണിന് കാഴ്ചയില്ല എന്ന് പോലും സമീപവാസികൾ പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് വീടിന് പുറത്ത് നടന്നുപോയി കൃത്യമായി ഒരു സ്ഥലത്തിരുന്ന് സമാധിയാകുന്നത്? ഉത്തരം കിട്ടാത്ത ഈ ചോദ്യങ്ങളുടെ നിഗൂഢതകളാണ് ഈ വിഷയത്തെ കേരളമൊന്നാകെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വാർത്തയാക്കി തീർത്തത്. ഈ ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരണം എങ്കിൽ മണിയൻ എന്ന ഗോപൻ സ്വാമിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തേ മതിയാകുകയുള്ളൂ. എപ്പോഴാണ് മരിച്ചത്, എന്താണ് മരണകാരണം എന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയാൽ മാത്രമേ ഈ നിഗൂഢതകൾ ചുരുളഴിഞ്ഞ് പുറത്തു വരികയുള്ളൂ. മണിയൻ എന്ന ഒരു സാധാരണ തൊഴിലാളി എങ്ങനെയാണ് ഗോപൻ സ്വാമിയായി മാറിയത്? വർഷം 2016. നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 7 പേരെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളിൽ ഒരാളായിരുന്നു മണിയൻ എന്ന ഗോപൻ സ്വാമി. പ്രസ്തുത കേസുമായി ബന്ധപ്പെട്ട് മണിയൻ എന്ന ഗോപൻ സ്വാമി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ജയിൽവാസം കഴിഞ്ഞ് നാട്ടിൽ തിരികെ എത്തിയ ശേഷമാണ് ഇദ്ദേഹം ഒരു സന്യാസിയായി മാറുന്നത് എന്ന് സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരിച്ചുപോയ മകന് വേണ്ടിയും സമാനമായ രീതിയിൽ ഒരു സമാധി നിർമ്മിക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു എങ്കിലും സമീപവാസികളുടെയും നാട്ടുകാരുടെയും എതിർപ്പിനെ തുടർന്ന് അതിൽ നിന്നും പിന്മാറി. വർഷം 2018. പ്രസ്തുത ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ സമീപവാസികളുടെയും നാട്ടുകാരുടെയും എല്ലാവിധ സഹകരണവും ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഉണ്ടായിരുന്നു. അതിനുശേഷം അന്നദാനത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ വ്യക്തമായി നാട്ടുകാരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ ഈ കുടുംബം പരാജയപ്പെട്ടതോടെ നാട്ടുകാരും സമീപവാസികളും ഇവരിൽ നിന്നും അകലുവാൻ തുടങ്ങി. 2018 മുതൽ 2025 വരെയുള്ള ഈ കാലയളവിൽ ഈ കുടുംബത്തിന് സമീപവാസികളുമായി യാതൊരുവിധ സൗഹൃദവും ഉണ്ടായിരുന്നില്ല. മണിയൻ എന്ന ഗോപൻ സ്വാമിയുടെ ഒരു മകൻ പ്ലംബിംഗ് തൊഴിലാളിയായിരുന്നു. അതിനുശേഷം പശു വളർത്തലിലൂടെ ലഭിച്ച ലാഭം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചത്. വർഷം 2021 അവസാന കാലം. മണിയൻ എന്ന ഗോപൻ സ്വാമി എഴുന്നേറ്റ് നടക്കുവാൻ ആകാത്ത രീതിയിലുള്ള രോഗാവസ്ഥയ്ക്ക് അടിമപ്പെടുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ കാഴ്ച പോലും നഷ്ടപ്പെട്ടിരുന്നു എന്നും ചില സമീപവാസികൾ വ്യക്തമാക്കുന്നു. ഈ സമയങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇളയ മകനായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് പിന്നെ കണ്ണ് കണ്ടുകൊള്ളാൻ ഞാൻ 1 മാസം മുമ്പ് ഇവിടെ വന്നു. ഇയാൾ അതിനെത്തി വന്നപ്പോൾ ഭാര്യയും മോനും പറഞ്ഞ് അച്ഛന് കണ്ണ് കണ്ടുകൊള്ളു വന്നു. ആ മനുഷ്യൻ എങ്ങനെ ഇവിടെ ഇരുന്നത്? സാധാരണ ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരുന്നു ഈ ക്ഷേത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് അയൽവാസികൾ വ്യക്തമാക്കുന്നു. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗമാണ് പൂജിക്കപ്പെടുന്നത് എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ഷേത്രത്തിൽ ശിവരൂപത്തെ തന്നെയാണ് പൂജിക്കുന്നത്. കൂടാതെ ഈ ക്ഷേത്രത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠ അഗസ്ത്യാർ സ്വാമികളായിരുന്നു. അതിനുശേഷമാണ് ശിവരൂപം പ്രതിഷ്ഠിച്ചത്. എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഈ ക്ഷേത്രത്തെ ബഹിഷ്കരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള നാട്ടുകാരുടെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീകളും പെൺകുട്ടികളും പോലും അരയ്ക്ക് മുകളിലേക്ക് വസ്ത്രം ധരിക്കുവാൻ പാടില്ല. മാറിടം പോലും നഗ്നമായ അവസ്ഥയിൽ വേണം അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ. മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ മറവിൽ നഗ്നപൂജ ഉൾപ്പെടെയുള്ള ആഭിചാര കർമ്മങ്ങളും നടക്കുന്നതായി സമീപവാസികൾ ആരോപിക്കുന്നു. ഞാൻ ഈ നാട്ടുകാരനാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരാളിവിടെ സ്വാമിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലം കൊണ്ടായിട്ട് ഇവരെ അറിയാമെന്നുള്ളതാണ്. ഇവർ ഈ വാർത്തയിലൊക്കെ പറഞ്ഞ് ഈ മഹാക്ഷേത്രം നാട്ടുകാർക്ക് വിട്ടുതരാത്തുള്ള കലിപ്പാണ് നാട്ടുകാർ തീർക്കുന്നത്. ഒരാൾ പോലും ഈ ക്ഷേത്രത്തിൽ ഇന്നുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഇവർ വിളിക്കുന്നത് നിങ്ങൾ ആരാണ്, നിങ്ങളിവിടെ എന്തിനാണ് വേണം, പച്ചയ്ക്ക് പറയാൻ പറ്റുന്ന ചീത്തയാണ് വിളിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് വരാം, ഇങ്ങനെ ഡ്രസ്സ് എങ്ങനെ ധരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ഈ വാർത്തയിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ പറയുന്നത്. എന്നാലും ഞാൻ എൻ്റെ മാന്യതയുടെ പുറത്ത് പറയാം, പെണ്ണുങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നത് ഇവിടം വരെ മുണ്ടുകൊടുക്കുക,
അങ്ങോട്ട് വേറെ ഡ്രസ്സ് പാടില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതായത് മറയ്ക്കാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് അല്ലേ? അതാണ്. അങ്ങനെ ഉള്ള ഒരാൾ ഇവിടെ ഒരു സുപ്രഭാതത്തിൽ സ്വാമിയായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് അങ്ങനെ കണ്ണുപോലും കാണാതെ കിടന്ന ആളാണ്. ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളികയും കഴിച്ചിട്ട് വന്ന് ഇവിടെ സമാധിയായി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മണ്ടന്മാരല്ല ഈ നാട്ടുകാർ. മുൻപുള്ള ഒരു സമീപവാസി പറഞ്ഞു ഇവിടെ നഗ്നപൂജ പോലും എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അത് സത്യമാണോ? സത്യമാണ്. നഗ്നപൂജ എന്ന് പറഞ്ഞാൽ അവരവരെ കുടുംബക്കാർ ചെയ്യുന്നതാണ്. അവരെ കുടുംബക്കാർ തന്നെയാണ് ചെയ്യണത്. അവരെ കുടുംബക്കാരൊക്കെ ഇപ്പോൾ എവിടെയാണ്? വാസ്തവത്തിൽ ഈ ക്ഷേത്രത്തിന് ഹിന്ദു ആചാരമായോ വിശ്വാസമായോ നേരിട്ട് ബന്ധമില്ല. ഇവിടെ നാട്ടുകാരായിട്ട് ഒരു സഹകരണവുമില്ല. നാട്ടുകാരായിട്ട് ഒരു സഹകരണവും ഇല്ലാത്തൊരു ഇതാണ്. എൻ്റെ വീടാണ് തൊട്ട് വേവിച്ചിരിക്കുന്നത്, എൻ്റെ വീടാണ്. ഞാൻ 3 ദിവസം കഴിഞ്ഞാണ് ഈ കാര്യം അറിയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ ചിന്തിക്കുക, 3 ദിവസം കഴിഞ്ഞ് സ്വന്തം വീടിൻ്റെ അടുത്ത് കിടക്കുന്ന ആളെ അറിയണമെങ്കിൽ ഇവിടെ നടക്കുന്നത് സത്യസന്ധമായിട്ട് പറയാം, ഒന്നേ അങ്ങനെ മരിച്ചു കൊണ്ടിരുത്തി, ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊന്നു. ഇതാണ് ഇവിടെ നടന്ന സംഭവം. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സമാനതകളില്ലാത്ത നിഗൂഢതകളാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ നീതിന്യായ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം. ആ കല്ലറ അല്ലെങ്കിൽ സമാധിക്കുള്ളിൽ നിന്നും ആ മനുഷ്യൻ്റെ മൃതശരീരം പുറത്തെടുത്ത് പരിശോധിക്കണം. എപ്പോഴാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത് എന്ന സത്യങ്ങൾ മറനീക്കി പുറത്തു കൊണ്ടുവരണം. പറയാൻ ന്യായീകരണങ്ങളില്ലാതെ വരുന്നത് കൊണ്ടാകാം ഈ വിഷയത്തിലേക്ക് മതത്തെ വലിച്ചിഴയ്ക്കുന്നതും അന്യമതങ്ങളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും. ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത്. പ്രസ്തുത അന്വേഷണവുമായി മുൻപോട്ട് പോകാം എന്ന കോടതി വിധിയോടുള്ള പ്രതികരണത്തിൽ പോലും മതത്തെ കൂട്ടുപിടിക്കുകയും അന്യമതങ്ങളെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുകയായിരുന്നു മണിയൻ എന്ന ഗോപൻ സ്വാമിയുടെ മകൻ. നാം ഇന്ന് ജീവിക്കുന്നത് ശാസ്ത്രയുഗത്തിലാണ്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. നിങ്ങളുടെ അറിവിൽ സമാനമായ രീതിയിൽ എന്തെങ്കിലും പ്രേതാനുഭവങ്ങൾ നിറഞ്ഞ സംഭവങ്ങളോ നിഗൂഢത നിറഞ്ഞ പ്രദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.